ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എന്റെ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വായിക്കാൻ പറ്റും, മഴ പോലെ എൻ്റെ ഉപദേശത്തെ ഞാൻ പൊഴിയിക്കും. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എങ്ങനെയാണ്? വൃക്ഷത്തിന്റെ മേൽ മാരി പോലെ, ഇളം പുല്ലിന്മേൽ പുതുമഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എൻ്റെ കൃപ നിങ്ങളുടെ മേൽ പൊഴിയും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അവൻ്റെ കൃപ കൂടാതെ, അവൻ്റെ സാന്നിധ്യത്തെ കൂടാതെ നമുക്കിന്നൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ അസാധ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അത് എല്ലായിടത്തുനിന്നും കിട്ടുന്നതല്ല. നമ്മൾ പള്ളിയിൽ പോയോണ്ടോ അല്ലെങ്കിൽ എന്നും പ്രാർത്ഥിച്ചോണ്ടോ ഒന്നും നമ്മൾ ഡെയിലി നമ്മൾ വിചാരിക്കും നമ്മൾ എന്നും പള്ളി പോയി ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. അവന്റെ ആ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല രീതിയിലുള്ള ബലഹീനതകൾ വരാം, കഷ്ടതകൾ വരാം, ആ ആകുലതകൾ വരാം. അതിന്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ നിൽക്കുന്നത് അവന്റെ കൃപയാല. നമുക്ക് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 9, 10, 11 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനുമല്ല, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? ഇന്ന് പല പഠിപ്പും വിദ്യാഭ്യാസവും നമ്മളെക്കാളും ബുദ്ധിയും ജ്ഞാനവും സമ്പത്തും അറിവും ഒക്കെ ഉള്ളവർ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇന്ന് ആയിരിക്കുന്നുണ്ടോ? എങ്കിൽ അതാണ് ദൈവത്തിന്റെ കൃപ. ഇവിടെ പൗലോസ് ഒരുപാട് കുറവുകളുള്ള ബലഹീനതകളുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് തിരുവചനത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും, വിശുദ്ധ പൗലോസ് അവരുടെ കാലുകൾക്ക് ബലക്ഷയം ഉണ്ടായിരുന്നു, കാലുകൾ വളഞ്ഞ കാലുകളായിരുന്നു, ദേഹത്തൊക്കെയും വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ക്ഷീണിതനായ പൗലോസ് ആയിരുന്നു. എന്നാൽ അവിടൊക്കെയും ഈ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത്രയും, അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, എന്നാൽ ഞാൻ നിൽക്കുന്നത് അവന്റെ കൃപയാലാണ്. നമുക്ക് എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും? ഇന്ന് നമ്മൾ പലപ്പോഴും വലിയ സംഭവമാണെന്ന് കാണിക്കാൻ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ പാരമ്പര്യത്തിന്റെ പദവി കൊണ്ട്, എന്റെ കാശ് കൊണ്ട്, ഞാൻ അധ്വാനിച്ചത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ തലയെടുപ്പോടെ എല്ലായിടത്തും നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയെപ്പറ്റി നമ്മൾ മറന്നു. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ കൃപയാലാണ് ഞാനും നീയും ഇന്ന് നിൽക്കുന്നത്. പലരും നിൽക്കേണ്ട സ്ഥാനത്ത്, അത് നമ്മുടെ ഓഫീസിലാകട്ടെ, നമ്മുടെ പൊതുസമൂഹത്തിലാകട്ടെ, നമ്മുടെ സഭയിലാകട്ടെ, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കഴിവിനൊത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരിടത്ത് നീ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹല്ലേലൂയ നിൽക്കുന്ന അതിനൊക്കെ വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ നിൽക്കുന്ന ആ ഒരിടങ്ങളിൽ നീ ഇന്നായിരിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന്റെ കൃപ. നീ പോലും അറിയാതെ നിന്നെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇവിടെ പറയുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുപോലെ അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടുള്ള ദൈവകൃപയാത്രേ. ആരാണ് അവരെല്ലാവരെക്കാളിലും? മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാളിലും, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവരെല്ലാവരെക്കാളിലും ഞാൻ ചെറിയവരാണ്. പക്ഷേ ഞാൻ നിൽക്കുന്നത് ദൈവകൃപയാല. അതുകൊണ്ടാണ് മോശ പറയുന്നുണ്ട്, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് അയക്കല്ലേ എന്ന്. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് അയക്കല്ലേ എന്ന്. അപ്പോൾ ദൈവം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവോടും പറയുന്നുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിച്ചെടുക്കണം. വെറുതെ അങ്ങ് മടങ്ങി പോവാനല്ല ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരു പാട്ട്, അതിലെ 2-3 വരികൾ എന്നെ വളരെയധികം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. അതിനകത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലെ ഒരു 2 വരികൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി 2 വരി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. കൃപാക്കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ മടങ്ങുകിലിന്നിവിടുന്നിനിയും
പ്രവാഹമെന്മേൽ 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 ഒഴുകാതിരുന്നാൽ. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ നിന്റെ കൃപയെ എന്റെ മേൽ പൊഴിയാതെ, നിന്റെ പ്രവാഹമായി അത് വെറുതെ വന്ന് കൃപമേൽ എങ്ങനെ മഴ പോലെ പൊടിമഴ പോലെ നനച്ചിട്ട് പോകുന്നതല്ല. നിന്റെ ആ കൃപ ഹല്ലേലൂയ ഒരു പ്രവാഹം പോലെ എന്നെ എടുത്തോണ്ട് പോകാതിരുന്നാൽ, എന്നെ ഒഴുക്കിക്കളയാതിരുന്നാൽ ഞാൻ ഇവിടെ നനങ്ങത്തില്ല. ഞാൻ നീയും പ്രാർത്ഥിച്ചോണം. ദൈവമേ, നീ ഞാൻ പ്രാർത്ഥിച്ച യാക്കോബ് പ്രാർത്ഥിച്ച പോലെ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നിന്റെ കൃപ എന്റെ മേൽ പൊഴിയാതെ ഞാൻ ഈ പ്രാർത്ഥന വിഷയത്തിൽ നിന്ന് മാറത്തില്ല. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഇന്ന് എഴുന്നേക്കത്തില്ല. നീ എന്നെ അനുഗ്രഹിക്കണം. നിന്റെ കൃപ എന്റെ മേൽ പകരാതെ ദൈവമേ ഞാൻ നിന്നെ വിട്ട് മാറുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. ആ വാഞ്ച വേണം. അത് ഹല്ലേലൂയ അവൻ വൃക്ഷത്തിന്റെ മേലും ആരി പോലെ, ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെ അവന്റെ ആ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകി എത്തുവാൻ ഞാനും നീയും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവന്റെ കൃപയുണ്ടെങ്കിൽ നീ എവിടെയും ഒന്നാമനായിരിക്കും. നീ തളർന്നു പോകത്തില്ല. നിന്റെ വിഷമഘട്ടങ്ങളിൽ, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെ നിന്ദിച്ചാലോ അവമാനിച്ചാലോ കളിയാക്കിയാലോ ഉപദ്രവിച്ചാലോ ഒന്നും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. ദൈവത്തിന്റെ കൃപ നിന്നെ പൊതിയുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you in Jesus' name. Amen.